ഈ കോവിലകങ്ങൾ ഏതെങ്കിലുമൊക്കെ ഇപ്പോഴും ഉണ്ടോ? ശരിക്കും അന്നത്തെ ആ കോവിലകങ്ങൾ അങ്ങനെ ഉണ്ടോ? പഴയ കോവിലകങ്ങൾ പഴയ കോവിലകങ്ങൾ വളരെ പഴയത് ഈ രാജ്യഭാരം ഉണ്ടായിരുന്ന കാലത്തെ കോവിലകങ്ങളൊന്നുമില്ല. 1766 ഹൈദരാലി ആക്രമിച്ചപ്പോൾ ആ കോട്ടപ്പറമ്പ് മുഴുവൻ വളഞ്ഞു ഹൈദരാലിയുടെ സൈന്യം. ഹൈദരാലിക്ക് കീഴടങ്ങുകയും ഭേദം സൂയിസൈഡ് ചെയ്യുകയാണെന്ന് തീർച്ചപ്പെടുത്തിയിട്ട് അദ്ദേഹം സാമൂതിരിപ്പാട് മുകളിലാണ് താമസിച്ചിരുന്ന താഴത്തൊക്കെ വെടിമരുന്ന് സ്റ്റോർ ചെയ്തിരുന്നു. സ്വന്തം കൈകൊണ്ട് കൊളുത്തി വെടിമരുന്ന് കൊളുത്തിയിട്ട് അദ്ദേഹവും മരിച്ചു. ആ ബിൽഡിംഗ് അങ്ങനെയുള്ളത് മുഴുവൻ നശിച്ചു. ആ സമയത്ത് 1766 ഹൈദരാലിയുടെ ആദ്യത്തെ ആക്രമണം. ഇപ്പോൾ ഈ സാമൂതിരി കുടുംബത്തിലുള്ള അംഗങ്ങളെല്ലാവരും കൂടെ ഒത്തുകൂടുക, അങ്ങനെ എന്തെങ്കിലും ഗെറ്റ് ടുഗദറൊക്കെ ഉണ്ടാവാറുണ്ടോ? അത് പിന്നെ ഞാൻ സാമൂതിരിപ്പാട് ആയതിൻ്റെ ശേഷം ഒരു പ്രാവശ്യം ഗെറ്റ് ടുഗദർ വിളിച്ചു കൂട്ടി. അപ്പോൾ ഈ ഇവിടെ തിരുവനന്തപുരം മാങ്കാവിലുള്ളൊരു 3/4 ആളും വന്നു. ഈ കോട്ടയ്ക്കലുള്ളവർ കുറച്ച് പേരേ വന്നുള്ളൂ. പിന്നെ ഈ കൊല്ലത്തിലൊരിക്കൽ രേവതി പട്ടത്താനം നടത്തുന്നുണ്ട്. അതൊരു ആധ്യാത്മിക ചടങ്ങാണ്. അതിൽ ഡിസ്കോഴ്സൊക്കെ ഉണ്ടാവും. അതിന് എല്ലാ കുടുംബക്കാരെയും വിളിച്ചു വരുത്തുന്നുണ്ട്. അവർക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നുണ്ട്. അപ്പോൾ അതിലും കുറേയൊക്കെ 3 കുടുംബക്കാർ എല്ലാവരും വരില്ല, കുറേയൊക്കെ ആ പട്ടത്താനം സമയത്ത് വന്ന് കൂടുന്നുണ്ട്. രേവതി പട്ടത്താനം എന്ന് പറഞ്ഞാൽ പട്ടത്താനം എന്നുള്ളത് ശരിക്കും ഭട്ടദാനം എന്നുള്ളത് ലോപിച്ച് പട്ടത്താനായത്. ഭട്ടന്മാർക്ക് ദാനം ചെയ്യാം. ഒന്നെങ്കിലോ ഭട്ടന്മാർക്ക് ദാനം ചെയ്യാം, ഇല്ലെങ്കിൽ ആരാണോ ഒക്കേലിക്കും വെച്ച് യോഗ്യരായിട്ടുള്ളവരോ ഭട്ടന് വെച്ചിട്ട് അവർക്ക് ദാനം ചെയ്യാം. അതിപ്പോഴും നടന്നു വരുന്നുണ്ട്. ഈ കുറി കൂടി പട്ടത്താനം നടന്നു. ഇപ്പോൾ ഒരു ദിവസത്തിൽ ആക്കിയിട്ട് നിർത്തിയിരിക്കുന്നു.